ആ സീലിംഗ് ഇട്ടിട്ട് അടച്ചു കഴിഞ്ഞാൽ അറിയില്ലല്ലോ, ഒരു തിയേറ്റർ പോലെ തോന്നിക്കുമല്ലോ. സീലിംഗ് ഇട്ട് കഴിഞ്ഞാൽ ആ ഇത് മാത്രമേ കാണുള്ളൂ. ഇത് റിസപ്ഷനും വേണമെങ്കിൽ ആക്കാം അല്ലേ? റിസപ്ഷൻ്റെ ഇതുമാതിരി ബാത്റൂമിൻ്റെ 4-5 ബാത്റൂമിൻ്റെ ആ ജെൻസിനും ലേഡീസിനും സെപ്പറേറ്റ് കാണണമല്ലോ. മുകളിൽ ആ ഓ ശരി, മുകളിൽ അധികം താഴെയാണ് നോക്കുക. മുകളിൽ വേണം ഡോക്ടേഴ്സിന് മറ്റേ എന്തെങ്കിലും എക്സ്റേ എടുക്കാനോ എക്സ്റേ എടുക്കാനോ അതൊക്കെ എടുക്കാം. ആംബുലൻസ് വരണല്ലോ, മിനി ആംബുലൻസ്, വയ്യാത്ത രോഗികൾ അത് ഇതൊക്കെ. ഓ ഇവിടെ നല്ല സെറ്റപ്പ്. അവിടെ ഫ്രണ്ടിത്തെ പോലെ അല്ല അല്ലേ? ഇവിടെ കാണുമ്പോൾ ഒരു വലിയൊരു ഹോസ്പിറ്റലിൻ്റെ ലുക്ക് ഉണ്ട് അല്ലേ ഇവിടെ മൊത്തത്തിൽ? ഓ ശരി. അപ്പോൾ ഇതെന്താ ഇത്? ഈ ഫസ്റ്റ് റൂം ഇത് പേഷ്യൻസിന് ലാബിന് പറ്റുന്നതാണ് അല്ലേ? അല്ല ഇവിടെ ലാബാക്കാൻ ഒരു കൊല്ലംകോട് നല്ലൊരു ആസ്പത്രി എപ്പോഴും കിട്ടാനില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇതാണ് ലാബ്. ഇവിടെ ഇങ്ങനെ മറ്റേ തിയേറ്റർ പോലെ ICU ഒക്കെ പോലെ അല്ലേ? ഓ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നഴ്സുമാർക്കോ അങ്ങനെ എമർജൻസി നൈറ്റ് ഷിഫ്റ്റ് ഉള്ളവർക്ക് താമസിക്കാൻ സാറിന് ഈ മുകളിലുള്ള വീടുകളും ഉണ്ട്. വേണമെങ്കിൽ ഈ വീടും പ്രയോജനപ്പെടുത്താമല്ലോ. ഡോർമെറ്ററി ആയിട്ട് രോഗികളുടെ ബൈസ്റ്റാൻഡേഴ്സിന്. അവിടെ എവിടെ എവിടെ വാരിയറിൻ്റെ മുകളിലാണോ? വാരിയറിൻ്റെ മുകളിൽ ലോഡ്ജസ് ഉണ്ട്. അപ്പോൾ ഡോക്ടേഴ്സിന് ഉത്തരേന്ത്യൻ ഡോക്ടേഴ്സ് ആണല്ലോ മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് നിൽക്കാനുള്ള സൗകര്യങ്ങളാണ്. പക്ഷെ ഇപ്പോൾ പല ഹോസ്പിറ്റലിലും വ്യാപാരികൾക്ക് ചെറിയൊരു ഡിസ്കൗണ്ട് നൽകിയാൽ നല്ലതായിരുന്നു അല്ലേ ഇത്? അപ്പോൾ ഈ വ്യാപാരികളുടെ ആണല്ലേ? ഓ ശരി. അപ്പോൾ ബാക്കിലൂടെ നല്ല സൗകര്യങ്ങളുണ്ട് അല്ലേ? ഞാനത് നോക്കാൻ പോവുകയാണ്. അതുകൊണ്ടല്ല, വേറെ ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരും. ഇതിപ്പോൾ ഇതാണ് ചെയ്യുന്നത് അല്ലേ? ഹോസ്പിറ്റലിന് വേണ്ടി ചെയ്യാണല്ലോ. ഈ വീട് അപ്പോൾ അവിടെയാണ് ഈ ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലേ?